ഇതാണ് സുരേഷ് ഗോപി. തൃശ്ശൂർക്കാർക്ക് പറ്റിയ ഒരു കയ്യബദ്ധം എന്നേ പറയാനുള്ളൂ. കുറച്ച് നാളുകളായി തൃശ്ശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലായിരുന്നു. അദ്ദേഹം സിനിമ അഭിനയത്തിന്റെ തിരക്കിലാണ് എന്നാണ് മാധ്യമങ്ങളിൽ കണ്ടത്. പിന്നീട് അദ്ദേഹത്തെ നമ്മൾ കണ്ടു ലോക്സഭയിൽ കനിമൊഴി പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. വെറുതെ പ്രസംഗിക്കുന്നതല്ല, കേരളത്തോടും തമിഴ്നാടിനോടും കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയെക്കുറിച്ചാണ് എണ്ണി പറയുന്നത് കനിമൊഴി ലോക്സഭയിൽ. കേരളത്തെക്കുറിച്ച് പറയുന്ന ഘട്ടത്തിൽ സഭയിലുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൈമലർത്തി കാണിക്കുന്നത് നാം കണ്ടതാണ്. കേരളത്തെക്കുറിച്ച് പറയുമ്പോഴാണ്, കേരളത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് സഭയിൽ പറയുമ്പോഴാണ് സുരേഷ് ഗോപി കൈമലർത്തി കാണിക്കുന്നത്. ചുട്ട മറുപടിയും കൊടുത്തു കനിമൊഴി. തമിഴ്നാടിനോടും കേരളത്തോടും കേന്ദ്ര സർക്കാർ ഇങ്ങനെ കൈമലർത്തി കാണിക്കുകയാണ് എന്ന്. അതിനുശേഷം സുരേഷ് ഗോപിയെ കാണുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കെ സുരേന്ദ്രൻ കടന്നു വരുന്നത്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹത്തിനും ഇട്ട് നല്ലൊരു പണി കൊടുത്തു പ്രസംഗത്തിൽ സുരേഷ് ഗോപി. അത് നമുക്ക് കേൾക്കാം. സുരേന്ദ്രനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വേദിയിലേക്ക്. സ്വാഗതം സ്വാഗതം സുസ്വാഗതം. തൃശ്ശൂരിലെ MP ആണ് സ്വാഗതം മോദിയിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഉണ്ടാകും. സുരേന്ദ്രൻ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പാലക്കാട് സ്വീകരണം കിട്ടിയപ്പോൾ പ്രസംഗിച്ച പ്രസംഗത്തില് ഒരു തലവാചകം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു വരിയും, ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ നിർത്തിയാൽ 50 അല്ല 60% നമുക്ക് അടുത്ത നേടാൻ സാധിക്കും. ഇതെവിടെയെങ്കിലും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ അടുത്ത സാധ്യതയാണെന്നൊരു സൂചന നൽകുമ്പോൾ അതിന്റെ വാല് പിടിച്ച് പായാനുള്ള ആർജവം നമുക്കുണ്ടാകണമെന്ന് മാത്രമേ ഞാൻ അങ്ങനെ മുന്നോട്ട് പോകണം. നമുക്ക് ജയിച്ചാൽ മതിയാണ്. ജയിക്കുന്നത് മാത്രമാണ് ഈ ലോകം അംഗീകരിക്കുന്നത്. വിജയം മാത്രമാണ്, ശതമാനമൊന്നും ആരും അംഗീകരിക്കില്ല. അദ്ദേഹത്തിനെതിരെ എന്ന് വെച്ചാൽ സുരേഷ് ഗോപി എന്ന MP-ക്കെതിരെ, കേന്ദ്രമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. സോഷ്യൽ മീഡിയ ട്രോളുന്നു. അതിൽ വലിയ പരിഭവം അദ്ദേഹം കാണിക്കാറുണ്ട്. നേരത്തെ മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചത്, മാധ്യമപ്രവർത്തകയോട് അശ്ലീലം കാണിച്ചത് ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ സംബന്ധിച്ച കേസുകളൊക്കെ ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിമർശനങ്ങൾ എന്ന് വെച്ചാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം വയനാട് ദുരന്തം സന്ദർശിച്ചതാണ്. ഒരു നയ പൈസ പോലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. അദ്ദേഹം തൃശ്ശൂർ MP-യാണ്, കേരളത്തിന്റെ MP-യാണ്. അദ്ദേഹം ഈ ആവശ്യം ഒരിക്കലും കേന്ദ്രമന്ത്രിയോടോ കേന്ദ്ര സർക്കാരോടോ പറയുന്നത് നാം കേട്ടിട്ടില്ല. അതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രിയോടല്ലേ ചോദിക്കേണ്ടത് എന്ന് ഒരു മാധ്യമപ്രവർത്തകനും തിരിച്ച് ചോദിക്കുന്നില്ല. ചോദിച്ചാൽ സുരേഷ് ഗോപിയുടെ യഥാർത്ഥ മുഖം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. അത് പലപ്പോഴും നാം കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശനമുണ്ട്, സോഷ്യൽ മീഡിയയിൽ വിമർശനമുണ്ട്, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വിമർശിക്കുന്നുണ്ട്. ആ വിമർശനം അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത്? അതിന് മറുപടി പറഞ്ഞു അദ്ദേഹം ഒരു ആംഗ്യത്തിലൂടെ, അശ്ലീല ആംഗ്യ ഭാഷയിലൂടെ. അതും കൂടി നമുക്ക് കാണാം. അതിന് ചില കളിയാക്കലും ആക്കലും അങ്ങനെയുള്ള പല കരും വരും. അതൊക്കെ നമ്മൾ അതിന് ചില കളിയാക്കലും ആക്കലും അങ്ങനെയുള്ള പല കരും വരും. അതൊക്കെ നമ്മൾ അതിന് ചില കളിയാക്കലും ആക്കലും അങ്ങനെയുള്ള പല കരും വരും. അതൊക്കെ നമ്മൾ അങ്ങനെ സാധിക്കും. കാരണം നമ്മുടെ ഉദ്ദേശം വലുതാണ്, ഉദ്ദേശം സത്യസന്ധമാണ്. ഇതാണ് സുരേഷ് ഗോപി. തൃശ്ശൂർക്കാർക്ക് പറ്റിയ ഒരു കയ്യബദ്ധം എന്നേ പറയാനുള്ളൂ. അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് ഒരു ധാരണയുമില്ല.
അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്, MP ആണ്, കേന്ദ്രമന്ത്രിയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിന് ഒരു അറിവുമില്ല. അദ്ദേഹം തന്നെ പറയാറുണ്ട്, എൻ്റെ നേതാവ് 2 പേരാണ്, ഒന്ന് പ്രധാനമന്ത്രിയാണ്, മറ്റൊന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായാണ്. ഈ 2 നേതാക്കൾ പറയുന്നതേ ഞാൻ അനുസരിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെയാണ് കിട്ടുന്ന വേളയിൽ കെ സുരേന്ദ്രന് പണി കൊടുക്കുന്നത്, കെ സുരേന്ദ്രനെ കളിയാക്കുന്നത്. സംസ്ഥാനത്തെ BJP നേതാക്കളോട് സുരേഷ് ഗോപിക്ക് പരമപുച്ഛമാണ്. BJP നേതാക്കൾ തന്നെ അത് പറയാറുമുണ്ട്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് BJPയുടെ സംസ്ഥാന നേതാക്കൾ മാധ്യമങ്ങളോട്, മാധ്യമപ്രവർത്തകരോട് സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത്. അതുതന്നെയാണ് അദ്ദേഹം ചെയ്യുന്നതും. അദ്ദേഹത്തിന് പോലും അറിയില്ല അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന്. പക്ഷേ കേരളത്തിന് അദ്ദേഹം ഒരു ബാധ്യതയായി മാറുന്നുണ്ട് എന്നർത്ഥം.